ഹലോ എവ്രി വൺ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്നുള്ളതും ഒരു ട്രാവൽ വ്ളോഗാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് തമിഴ്നാട് സർക്കാരിൻ്റെ സ്റ്റേറ്റ് ഇൻഡസ്ട്രീസ് പ്രൊമോഷൻ കോർപ്പറേഷൻ ഓഫ് തമിഴ്നാട് രൂപപ്പെടുത്തിയ ഈ ഒരു വ്യവസായ മേഖലയിലേക്കാണ്. ഇത് ഇന്ത്യയുടെ ഓട്ടോമോട്ടീവ് പവർ ഹൗസ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഈ സ്ഥലം വരുന്നത് ചെന്നൈയിൽ നിന്നും ഒരു 1.5 മണിക്കൂർ മാറി ഒറഗടം, ശ്രീപെരുമ്പത്തൂർ, വല്ലം, വടകൽ എന്നൊക്കെ പറയുന്ന ഒരു ഇൻഡസ്ട്രിയൽ കോറിഡോറാണ് കേട്ടോ. നമ്മൾ ഈ ഇടതുവശത്ത് കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ ട്രക്കിൻ്റെ ബോഡിയെല്ലാം തന്നെ അടുത്തുള്ളൊരു കമ്പനിയിലേക്ക് വന്നിരിക്കുന്ന അൺലോഡ് ചെയ്യാനുള്ള സ്റ്റോക്കുകളാണ്. അപ്പോൾ എനിക്കിതിൽ പറയാനുള്ളതെന്ന് വെച്ചാൽ, നമ്മൾ കണ്ടിരിക്കുന്ന ഒരുപാട് OEM, അതായത് ഹ്യുണ്ടായി മോട്ടോഴ്സ്, റോയൽ എൻഫീൽഡ്, റെനോൾ, നിസാൻ, അതുപോലെ അശോക് ലൈലാൻഡ്, മെർസിഡൻസ് ബെൻസ്, യമഹ മോട്ടോഴ്സ്, അങ്ങനത്തെ ഒരുപാട് ഓട്ടോമോട്ടീവ് കമ്പനികൾ ഈ ഒരു ഹബ്ബിൽ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രദേശം, അതായത് ഈ ഒറഗടം, ശ്രീപെരുമ്പത്തൂർ, വല്ലം, വടകൽ, ഇരുങ്കാട്ടുകോട്ടെ, ഈ ഒരു പ്രദേശം മൊത്തത്തിൽ ചേർന്നാൽ തന്നെ ഒരു ഇന്ത്യയുടെ പവർ ഹൗസ്, അതായത് ഒരു ഇൻഡസ്ട്രിയൽ ക്ലസ്റ്റർ എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. OEM മാത്രമല്ല, പകരം OEMനെ സപ്പോർട്ട് ചെയ്യുന്ന ടയർ 1, ടയർ 2, ടയർ 3, അതായത് OEMൻ്റെ സപ്ലയറും അവരുടെ സബ് സപ്ലയറും അവരുടെ സപ്ലയറും റോ മെറ്റീരിയൽ മാനുഫാക്ചേഴ്സ് എല്ലാവരും ഇതിൽ ചുറ്റുമായിട്ട് നിറയെ ഇങ്ങനെ ഇവരെല്ലാവരുടെ പ്ലാന്റുകൾ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഈ ഒരു ഏരിയയിലേക്കുള്ള തൊഴിൽ സാധ്യതയൊക്കെ പറയുകയാണെങ്കിൽ വളരെ വലുതാണ്. പിന്നെ നമുക്ക് സാധാരണയായിട്ട് ഒരു ധാരണയുണ്ട്, ഈ മെക്കാനിക്സ്, അതുപോലെ തന്നെ ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രി, ഓട്ടോമൊബൈൽ ഫീൽഡ് മൊത്തത്തിൽ പുരുഷന്മാർ ആധിപത്യം ആയിട്ടുള്ള ഏരിയ ആണെന്നും ഇവിടെ സ്ത്രീകൾക്ക് റോളില്ല എന്നൊക്കെ ചിലർക്കെങ്കിലും ഒരു ധാരണ ഇപ്പോഴും ഉണ്ടാവും. എല്ലാവർക്കും അല്ല കേട്ടോ, ഒരുപാട് മാറ്റമുണ്ട്. പക്ഷെ ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ, ഈ ഒരു ഇൻഡസ്ട്രിയിൽ സ്ത്രീകൾക്കും ഒരുപാട് അവസരങ്ങളുണ്ട്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ റോബോട്ടിക്സ് ഹാൻഡിൽ ചെയ്യുന്നത്, ഷോപ്പ് ഫ്ലോർ മാനേജ് ചെയ്യുന്നത്, അതുപോലെ തന്നെ കാലിബ്രേഷൻ, QA ലാബ്, ടെസ്റ്റിങ്, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളിൽ സ്ത്രീകളും വളരെ നന്നായിട്ട് പെർഫോം ചെയ്യുന്നത് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു വളരെ നല്ല കാര്യമാണ്. എല്ലാ ആളുകൾക്കും ഈ IT, അതുപോലെ വർക്കുകൾ, അതുപോലെ തന്നെ കൊമേഴ്സ്, അതായത് ബാങ്കിങ്, പിന്നെ ഇങ്ങനത്തെ ഫിനാൻസ് വർക്ക്, അങ്ങനത്തെ ഒക്കെ വർക്ക് എല്ലാവർക്കും ഇൻട്രസ്റ്റഡ് ആയിരിക്കണം എന്നില്ല. അപ്പോൾ ഇങ്ങനെ ഈ ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ്, അതായത് ഹാൻഡ്സ് ഓൺ സ്കില്ല് ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഈ ഒരു ഫീൽഡ് ചൂസ് ചെയ്യാം കേട്ടോ. ഇൻഡസ്ട്രിയൽ കരിയറും വളരെ മികച്ച ഒരു കരിയർ തന്നെയാണ് എന്നാണ് എനിക്കിതിൽ പറയാനുള്ളത് എല്ലാവരോടും. അതുപോലെ തന്നെ ഇവിടെ ഇതൊരു ജെൻഡർ ബേസ്ഡേ അല്ല കേട്ടോ, ഇത് റിയലി പ്യുവർലി സ്കിൽ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അപ്പോൾ ഈ ഒരു ഭാഗത്തേക്ക് വരുവാണെങ്കിൽ എല്ലാവരും ഈ ഒരു കോറിഡോർ എന്തായാലും വിസിറ്റ് ചെയ്യണം. കാരണം ഇതിനോടൊക്കെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരുപാട് പിള്ളേർക്കൊക്കെ ഇത് ഭയങ്കര താല്പര്യമുള്ളതായിരിക്കും. ഇതിനെക്കുറിച്ച് യാതൊരു ഐഡിയ ഇല്ലാത്ത ആൾക്കാർക്ക് വേണ്ടി പറയുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഫാക്ടറികളുടെ അകത്ത് നടക്കുന്ന പ്രോസസ്സ് ഭയങ്കര ഫാസിനേറ്റിംഗ് ആണ് കേട്ടോ. അതായത് ഒരു വെഹിക്കിൾ നിർമ്മിക്കപ്പെടുമ്പോൾ അതിൻ്റെ റോ മെറ്റീരിയൽ മുതൽ അതിൻ്റെ ഫൈനൽ അസംബ്ലി, പിന്നെ അതിൻ്റെ ടെസ്റ്റിങ്, അങ്ങനെ അതിൻ്റെ സെയിൽസ്, അതിൻ്റെ റീറ്റെയിൽ, അങ്ങനെ അതിൻ്റെ ഓരോ ഘട്ടവും മെഷീൻ പ്രിസിഷനിലാണ് നടക്കുന്നത്. ഫോർ എക്സാമ്പിൾ കട്ടിംഗ് മെഷീൻസ്, റോബോട്ടിക് വെൽഡിംഗ് ആംസ്, കൺവെയർ സിസ്റ്റംസ്, അതുപോലെ തന്നെ ഇൻസ്പെക്ഷൻ യൂണിറ്റ്, അങ്ങനെ ഓരോ ഭാഗവും ടെക്നോളജിയുടെ ശക്തി വളരെ നന്നായിട്ട് എടുത്തു കാണിക്കും. അതായത് നമ്മൾ ടെക്നോളജിക്കലി എത്ര ഫോർവേഡാണ്, നമ്മുടെ കൺട്രി എത്ര ഫോർവേഡാണ് എന്നുള്ളത് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. ഒരുപാട് മൾട്ടിനാഷണൽ കമ്പനീസ് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. തമിഴ്നാട്ടിൽ 50ലധികം ഇൻഡസ്ട്രിയൽ പാർക്കുകൾ വികസിപ്പിച്ച സിപ്കോട്ടിൻ്റെ പ്രധാന ശക്തി കേന്ദ്രങ്ങളിൽ ഒന്ന് തന്നെയാണ് ഈ ശ്രീപെരുമ്പത്തൂർ ഒറഗടം കേട്ടോ. ചെന്നൈയിൽ നിന്ന് ഏകദേശം 1 മണിക്കൂർ യാത്ര മാത്രം വരുന്ന ചെന്നൈ ബാംഗ്ലൂരു ഹൈവേയുടെ സമീപത്തുള്ള ഈ പ്രദേശം ലോജിസ്റ്റിക്സിന് വളരെ അനുയോജ്യമാണ്. അതുകൊണ്ട് വലിയ കമ്പനികൾ ഇവിടെ തന്നെ അവരുടെ ഉൽപ്പാദന കേന്ദ്രങ്ങൾ സ്ഥാപിച്ചു. മെഷീൻസിനെ അടുത്തറിയാനും മാനുഫാക്ചറിംഗ് ലോകം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് മനസ്സിലാക്കാനും ഇന്ത്യയുടെ ഇൻഡസ്ട്രിയൽ ഹാർട്ട് ബീറ്റ് കാണാനും ഈ ഒരു സ്ഥലം എന്തെങ്കിലും ഒരിക്കൽ നിങ്ങൾ വിസിറ്റ് ചെയ്യണം കേട്ടോ. ഈ വീഡിയോ എത്ര പേര് മുഴുവൻ കാണുമെന്ന് എനിക്ക് യാതൊരു ഐഡിയ ഇല്ല. പക്ഷെ നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ കണ്ടിട്ടുണ്ടെങ്കിൽ യു ആർ എ ജം. സോ താങ്ക് യു ഫോർ